വാർത്ത വരുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കണ്ണൂർ ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ ചികിത്സയിൽ കഴിയുകയായിരുന്ന 2 വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞ് മരിച്ചു എന്നൊരു വാർത്ത ഇപ്പോൾ വരുന്നുണ്ട്. ഫസ്റ്റ് റിപ്പോർട്ടർ വളരെ വേദനയോട് കൂടിയ വാർത്ത പ്രേക്ഷകരെ അറിയിക്കുന്നു. പയ്യന്നൂർ ബേബി മെമ്മോറിയൽ ആശുപത്രിയിലെ ചികിത്സാ പിഴവിൽ ചികിത്സയിലായിരുന്ന 2 വയസ്സുകാരൻ മരിച്ചു എന്നൊരു വാർത്ത ഇപ്പോൾ വരുന്നു. എരമം സ്വദേശിയായ സൂരജ് വിജിഷ ദമ്പതികളുടെ മകൻ ദേവാൻഷ് സൗരിയാണ് മരിച്ചത്. ചുണ്ടിന് മുറിവ് പറ്റിയതിനെ തുടർന്നാണ് പയ്യന്നൂരിലെ ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ 2 വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞിനെ കൊണ്ടുപോകുന്നത്. അവിടെ എത്തി അനസ്തേഷ്യ നൽകിയതിനു ശേഷം കുഞ്ഞ് അബോധാവസ്ഥയിലാവുകയും പിന്നീട് വെന്റിലേറ്ററിലേക്ക് മാറ്റുകയുമായിരുന്നു. കുഞ്ഞ് വെന്റിലേറ്ററിലാണ് ഇതുവരെ കഴിഞ്ഞിരുന്നത്. ഇതിനിടയിലാണ് ഇപ്പോൾ കുഞ്ഞ് മരിച്ചു എന്നൊരു വിവരം വരുന്നത്. ചുണ്ടിന് മുറിവ് പറ്റിയതിനെ തുടർന്ന് കഴിഞ്ഞ ഞായറാഴ്ചയാണ് പയ്യന്നൂർ ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ ചികിത്സ തേടിയത്. അനസ്തേഷ്യ നൽകിയതിനു ശേഷമാണ് കുഞ്ഞിന് ബോധം നഷ്ടപ്പെടുകയും കുഞ്ഞിന് ആരോഗ്യസ്ഥിതി മോശമാവുകയും ചെയ്തത്. വെന്റിലേറ്ററിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു. അർജുൻ കല്യാണുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അർജുൻ, വളരെ വേദനിപ്പിക്കുന്ന വാർത്തയാണ്. വളരെ അത്യാഹിത വിഭാഗത്തിൽ തന്നെയായിരുന്നു, വെന്റിലേറ്ററിലായിരുന്നു കുഞ്ഞ്. ഇപ്പോൾ പുറത്തുവരുന്ന വിവരമനുസരിച്ച് കുഞ്ഞിന് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നുവെന്നാണ്. ചികിത്സാ പിഴവെന്ന് തന്നെയല്ലേ കുടുംബം ആരോപിക്കുന്നത്? ചികിത്സാ പിഴവ് തന്നെയാണ് കുടുംബം ആരോപിച്ചിരുന്നത്. കഴിഞ്ഞ ഞായറാഴ്ചയാണ് ചുണ്ടിന് പറ്റിയ മുറിവ് ചികിത്സിക്കുന്നതിന് വേണ്ടി പയ്യന്നൂർ ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ ഈ കുഞ്ഞിനെ കൊണ്ടുപോയത്. ആ സമയത്ത് ഈ ചികിത്സയുടെ ഭാഗമായി കുഞ്ഞ് ബഹളം വെച്ചതിനെ തുടർന്ന് ഡോക്ടർ അനസ്തേഷ്യ നൽകാനുള്ള തീരുമാനമെടുക്കുകയായിരുന്നു. അങ്ങനെയാണ് കുട്ടിക്ക് അനസ്തേഷ്യ നൽകുന്നത്. അതിന് തൊട്ടു പിന്നാലെ തന്നെ കുട്ടി ബോധരഹിതനായി മാറുകയും ചെയ്തു. അങ്ങനെയാണ് പിന്നീട് പയ്യന്നൂർ ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ നിന്നും കണ്ണൂർ ബേബി മെമ്മോറിയൽ ആശുപത്രിയിലേക്ക് ഈ കുഞ്ഞിനെ മാറ്റുന്നത്. അവിടെ വെന്റിലേറ്ററിൽ കഴിയുകയായിരുന്നു. ദാരുണമായിട്ടുള്ള ഒരു സംഭവമായി മാറുകയാണ്. ഇന്നുൾപ്പെടെ അവിടെ പയ്യന്നൂർ ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉൾപ്പെടെ നടന്നതാണ്. ചികിത്സാ പിഴവാണ് എന്നുള്ള കാര്യം ആദ്യം മുതൽ തന്നെ കുടുംബം ഉന്നയിക്കുന്നതാണ്. കാരണം കുട്ടിയുടെ ശാരീരികമായ അവസ്ഥ പരിഗണിക്കാതെ തന്നെയാണ് അനസ്തേഷ്യ നൽകാനുള്ള തീരുമാനം ഡോക്ടർമാർ സ്വീകരിച്ചത് എന്നാണ് കുടുംബം ആരോപിച്ചിരുന്നത്. എന്തായാലും 2 വയസ്സുകാരൻ ദേവാൻഷ് ശൗര്യ ഇപ്പോൾ മരണപ്പെട്ടിരിക്കുന്നു. കണ്ണൂർ ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നതിനിടയിലാണ് ഈ കുട്ടിയുടെ മരണം സ്ഥിരീകരിക്കുന്നത്. 2 വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എരമം സ്വദേശിയായ സൂരജ് വിജിഷ ദമ്പതികളുടെ മകൻ ദേവാൻഷ് സൗരിയാണ് ചുണ്ടിന് മുറിവ് പറ്റിയതിനെ തുടർന്ന് പയ്യന്നൂരിലെ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ കഴിഞ്ഞ ഞായറാഴ്ച കൊണ്ടുപോകുന്നത്. അവിടെ എത്തി അനസ്തേഷ്യ ഡോക്ടർ എത്തി ഇഞ്ചക്ഷൻ വെച്ചതിന് ശേഷമാണ് കുഞ്ഞിൻ്റെ നില വഷളായത്. ആരോഗ്യസ്ഥിതി മോശമായതിനെ തുടർന്ന് പിന്നീട് വെന്റിലേറ്ററിലേക്ക് മാറ്റുകയായിരുന്നു. വെന്റിലേറ്ററിലേക്ക് മാറ്റുന്ന സമയത്തും ആശുപത്രി അധികൃതർ ചികിത്സാ പിഴവെന്ന കുടുംബത്തിൻ്റെ ആരോപണം നിഷേധിച്ചിരുന്നു. ഇപ്പോൾ വരുന്ന വിവരമനുസരിച്ച് ആ കുഞ്ഞിന് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ള വിവരമാണ്. കണ്ണൂർ ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ ചികിത്സയിലായിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ മരണം സംഭവിച്ചിരിക്കുന്നത്. നിലവിൽ അർജുൻ കല്യാട്, ഈ അനസ്തേഷ്യയ്ക്ക് ശേഷമാണ് കുഞ്ഞിൻ്റെ ആരോഗ്യനില മോശമായത് എന്ന് തന്നെയല്ലേ കുടുംബം പറയുന്നതും നമുക്കറിയാൻ സാധിച്ചത്? തീർച്ചയായിട്ടും. അതായത് ഈ ചുണ്ടിന് പറ്റിയ, അത് മറ്റു കുട്ടികളൊപ്പം കളിക്കുന്നതിനിടയിൽ ചുണ്ടിന് പറ്റിയ ഒരു മുറിവിന്റെ ഭാഗമായിട്ടാണ് ഈ ചികിത്സിക്കാൻ വേണ്ടി ആശുപത്രിയിലേക്ക് പോകുന്നത്. ആ സമയത്ത് കുട്ടിക്ക് മറ്റ് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിരുന്നില്ല. ചുണ്ടിന് ഒരു മുറിവ് മാത്രമാണ് ഉണ്ടായിരുന്നത്. പക്ഷെ പിന്നീട് ഈ ഡോക്ടർ കണ്ടതിന് ശേഷം അനസ്തേഷ്യ നൽകിക്കൊണ്ട് ഇതിന്റെ മറ്റ് ചികിത്സകൾ തുടരാം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുകയും അങ്ങനെയാണ് ഈ കുട്ടിക്ക് അനസ്തേഷ്യ നൽകാനുള്ള തീരുമാനവും ഒക്കെ ഉണ്ടാവുന്നത്. അതോടുകൂടി തന്നെ ഈ അനസ്തേഷ്യ നൽകുന്ന സമയത്ത് തന്നെ ബന്ധുക്കളൊക്കെ പറയുന്നത് പ്രകാരമാണെങ്കിൽ അനസ്തേഷ്യ നൽകുമ്പോൾ അമ്മയും ഒപ്പം ഉണ്ടായിരുന്നു. അമ്മയുടെ മടിയിലിരുത്തിയാണ് കുട്ടിക്ക് അനസ്തേഷ്യ നൽകുന്നത്. ആ സമയത്ത് തന്നെ കുട്ടിയുടെ കണ്ണ് മുകളിലേക്ക് മറഞ്ഞു പോവുകയും കുട്ടി ബോധരഹിതനായി മാറുകയും ചെയ്തു. വളരെ പെട്ടെന്ന് തന്നെ മറ്റു ഡോക്ടർമാരൊക്കെ ഓടിക്കൂടുന്നത് ആകെ ഒരു വല്ലാത്തൊരു അവസ്ഥയിൽ എത്തിക്കുകയായിരുന്നു. പിന്നീട് അവിടെ നിന്നും മാറ്റി പയ്യന്നൂർ ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ നിന്നും ഈ കുട്ടിയെ പിന്നീട് കണ്ണൂർ ബേബി മെമ്മോറിയൽ ആശുപത്രിയിലേക്ക് മാറ്റുകയാണ് ഉണ്ടായത്. അതിനിടയിലാണ് ഈ കാര്യം ബന്ധുക്കൾ ഉൾപ്പെടെ പുറത്ത് അറിയിക്കുന്നത്, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത്. പിന്നീട് അത് നാട്ടുകാരും നിരവധിയായിട്ടുള്ള സാമൂഹ്യ പ്രവർത്തകരും രാഷ്ട്രീയ പ്രവർത്തകരും ഒക്കെ അതിനകത്ത് ഇടപെടുകയും ഇതിനകത്ത് വലിയ രീതിയിൽ ചികിത്സാ പിഴവ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാവുകയും ചെയ്തു. അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം ഉൾപ്പെടെ ഇവരുടെ ബന്ധുക്കൾ ബേബി മെമ്മോറിയൽ ആശുപത്രിയിലെ ആളുകളും ഒക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിച്ചിരുന്നു. ആ തരത്തിൽ അവർ പരാതികൾ അറിയിച്ചിരുന്നു. പയ്യന്നൂർ പോലീസിൽ പരാതി നൽകുകയും ചെയ്താണ് കുടുംബം. അതിന്റെ അടിസ്ഥാനത്തിൽ അനസ്തേഷ്യ നൽകിയിട്ടുള്ള ഡോക്ടർ അഞ്ജലി പൊതുവാളിനെതിരെ
പോലീസ് കേസെടുത്ത് അന്വേഷണം നടക്കുകയാണ്. അതിനിടയിലാണ് ഈ കുട്ടിയുടെ മരണം ഇപ്പോൾ സ്ഥിരീകരിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞിരുന്നത് ഈ വെന്റിലേറ്ററിന്റെ സപ്പോർട്ടോട് കൂടിയാണ് കുഞ്ഞ് ജീവൻ നിലനിർത്തുന്നത്. ആ സപ്പോർട്ട് ഒഴിവാക്കി കഴിഞ്ഞാൽ ഏത് നിമിഷവും കുഞ്ഞിന് മരണം സംഭവിക്കാം എന്നുള്ളതായിരുന്നു ആശുപത്രിയിൽ നിന്നും ബന്ധുക്കൾക്ക് നൽകിയിട്ടുള്ള അറിയിപ്പ് എന്ന് പറയുന്നത്. എന്നാൽ ബന്ധുക്കൾ വെന്റിലേറ്റർ തുടരണം എന്നുള്ള ഒരു തീരുമാനം, വെന്റിലേറ്ററിൽ തന്നെ തുടരണം എന്നുള്ള ഒരു തീരുമാനമാണ് സ്വീകരിച്ചിരുന്നത്. എന്നാൽ വെന്റിലേറ്ററിൽ തുടർന്നിട്ട് പോലും ആ കുഞ്ഞിന്റെ ജീവൻ നിലനിർത്താൻ വേണ്ടി അല്ലെങ്കിൽ ആവശ്യമായിട്ടുള്ള എല്ലാ സഹായങ്ങളും ചികിത്സയും നൽകിയിട്ടും ആ കുഞ്ഞിന്റെ ജീവൻ നിലനിർത്താൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറെ സങ്കടകരമായിട്ടുള്ള കാര്യം. എന്തായാലും പ്രാഥമികമായിട്ടുള്ള പരിശോധനയിലും പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോഴും ഒക്കെ മനസ്സിലാവുന്നത് ഇതിൽ ചികിത്സാ പിഴവ് സംഭവിച്ചിട്ടുണ്ട്. ഡോക്ടർ ഈ കുഞ്ഞിന്റെ ആരോഗ്യസ്ഥിതി പരിഗണിക്കാതെയാണ് അനസ്തേഷ്യ നൽകിയിട്ടുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഡോക്ടറും ഗുരുതരമായ വീഴ്ചയാണ് പയ്യന്നൂർ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ സംഭവിച്ചത് എന്നുള്ളതാണ് ദേവാൻഷിന്റെ കുടുംബത്തിന്റെ ആരോപണം. അച്ഛൻ്റെയും അമ്മയുടെയും ആരോപണം. 2 വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കുഞ്ഞിനെ ചുണ്ടിനൊരു ചെറിയ മുറിവ് പറ്റിയതാണ്. ചികിത്സിക്കാനായി ആശുപത്രിയിൽ എത്തിക്കുന്നു. അനസ്തീഷ്യ ഡോക്ടർ അനസ്തീഷ്യ കൊടുത്തതിന് ശേഷം കുഞ്ഞിന്റെ നില വഷളാവുന്നു. വെന്റിലേറ്ററിൽ പ്രവേശിപ്പിക്കുന്നു. ഇപ്പോൾ കുഞ്ഞ് മരിച്ച വിവരം പുറത്തുവരുന്നു. 2 വയസ്സ് മാത്രമേ ഉള്ളൂ. 2 വയസ്സ് മാത്രമാണ് ഈ കുഞ്ഞിൻ്റെ പ്രായം എന്നുള്ളതാണ്. ആശുപത്രി അധികൃതർ ചികിത്സാ വീഴ്ച എന്നുള്ളത് നിഷേധിക്കുന്നുണ്ട്. അന്നു തന്നെ അവിടെ പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നതാണ്. ഈ നിമിഷം വരെയും അത് തങ്ങളുടെ വീഴ്ചയാണ്